ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ സ്ഥലമാണ് അയ്യപ്പൻ കോവിൽ. നമ്മുടെ ഇന്നത്തെ യാത്ര അയ്യപ്പൻ കോവിലിലേക്കാണ്. ഇത് നമ്മുടെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലമാണേ. നമ്മൾ തൂക്കുപാലത്തെ കൂടെ കയറി അക്കരെ ഇറങ്ങാം. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് അതിലെ വണ്ടി പോകാനുള്ള വഴിയുണ്ട്. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് പാലമൊക്കെ മേലില്ല. വണ്ടി പാലത്തെ കൂടെ കയറി അക്കരയ്ക്ക് പോകാം. തോന്നില്ലേ? കുഴപ്പമില്ല, നടന്നു പോകാം. പാലത്തിലധികം പേരും കയറാനില്ല. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്ന കുലുക്കമൊന്നും ഇല്ല അധികം. അങ്ങ് അതിലൊക്കെ കൂടെ എല്ലാ ആൾക്കാരും നടക്കുന്നുണ്ടോ? ആ ഇല്ലിയുടെ ഇവിടെയൊക്കെ ഉണ്ടോ? രണ്ടുപേരാന്ന് അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാരുണ്ട്. അക്കരയാ വേണ്ടി വരുന്നത്. ഉണ്ടോ ഓട്ടോ എല്ലാം കിടക്കുന്നത്? അത് നമ്മള് ഇതിനു മുമ്പ് സയൻസ് സ്കൂൾ ഇരിക്കുന്നതിന്റെ അപ്പുറത്തൂടെ ഒരു റോഡ് ഇങ്ങോട്ട് കണ്ടില്ലേ, ആ വഴി കയറി വരുന്നത്. എതിലേ വന്നാലും വണ്ടി വരും. നടുക്കോട്ട് വന്നപ്പോ ഇച്ചിരി ഇളക്കമൊക്കെ ഉണ്ട്. എന്നാലും പേടിക്കാനൊന്നുമില്ല. ചെറിയ കുലുക്കം ഉണ്ടെന്നേ ഉള്ളൂ. ആൾക്കാർ കൂടുതൽ കയറുമ്പോൾ പെട്ടെന്ന് നടക്കുമ്പോഴായി കുലുക്കം. അവധി ദിവസങ്ങളാകുമ്പോഴത്തേനും ആളുണ്ട്. താഴോട്ട് നോക്കിക്കേ. താഴോട്ട് നോക്കിയാൽ കണ്ടോ? അതിനകത്തൊരു മീനാ പൊങ്ങി നിൽക്കുന്നു തോന്നൂല്ലേ? അല്ല, പക്ഷെ അങ്ങനെ തോന്നുവല്ലേ? ഇതേ ആ പാലം കണ്ടോ? അതായിരുന്നു പഴയ പാലം. അതിലൂടെ വണ്ടിയൊക്കെ കയറുള്ളൂ. നമ്മൾ നിൽക്കുന്ന ഈ പാലത്തെ കൂടെ വണ്ടിയൊന്നും പോകത്തില്ല. നമുക്ക് നടന്നു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ പാലത്തെ കൂടി ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വണ്ടിയൊക്കെ അക്കരയ്ക്ക് പോകും. വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ പാലം എല്ലാം മുങ്ങിപ്പോകും. ഇവിടെ എല്ലാം കുറേ ഈ നിൽക്കുന്ന പുല്ലുകളൊക്കെ ഇല്ല, അവിടെ ഫുള്ള് വെള്ളമായിരിക്കും. വെള്ളം മാത്രമേ കാണാനുള്ളൂ. ഇതൊന്നും കാണത്തില്ല, പിന്നെ പുല്ലൊന്നും. ദേണ്ട അച്ഛൻ വണ്ടിയോട്ട് പോകുന്നുണ്ടോ? അന്നേരം വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് വെള്ളം മാത്രമേ നമ്മൾ പണ്ട് വന്നപ്പോൾ ഓർക്കുന്നുണ്ടോ? കുഞ്ഞി അച്ഛൻ വണ്ടിയും കൊണ്ട് പാലത്തെ കൂടെ പോകാം. അച്ഛാ പാലത്തേക്ക് ഇറങ്ങും. അവിടെ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ഈ വെള്ളം ഉള്ളപ്പം വന്നാൽ ഇവിടെ ഇങ്ങനെ ആ പാലം ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. പാലം തന്നെയല്ല, ഈ സ്ഥലങ്ങളൊന്നും കാണാനില്ല. അങ്ങ് അക്കരെ വരെ വെള്ളം. രണ്ട് ഇരുകരം രണ്ട് സൈഡും വെള്ളം. ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് മുഴുവൻ വെള്ളം കയറി നിൽക്കുന്ന വെള്ളത്തിനകത്ത് നിൽക്കുന്നവരല്ലേ. ഇവിടെ കുറെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ചൂടില്ല. 4 സൈഡിലും വണ്ടി കിടക്കുവാണല്ലോ. അച്ഛതേ വരുന്നു പുറകോട്ട്. അത് മറ്റേ ഇല്ലിമുളം കാടല്ലേ? ഇല്ലിമുളം കാട് നല്ല രസമല്ലേ അത് നിൽക്കുന്ന കാണാൻ. ആ രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെയുണ്ട് കുറേ. ചങ്ങാടം കണ്ടോ? ചങ്ങാടം തേണ്ട കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത് അങ്ങോട്ടൊക്കെ താമസക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുന്നതാണ് ചങ്ങാടത്തിൽ. അക്കരെ എല്ലാം ഇല്ലുണ്ടല്ലോ. ഈ പാളത്തിന് എന്ത് നീളമുണ്ടല്ലേ? എന്തേറെ നീളമുണ്ട് ഇവിടെ. അതെ, അവിടെ നിന്ന് നോക്കിയേ, അങ്ങോട്ട് എന്തേറെ നീളം. ഒരുപാട് നീളമുണ്ട്. പാലത്തിന്റെ നീളം കണ്ടോ? എന്തോരം നീളമാണ്. ഈ ഒരു അച്ഛൻ വരുന്നുണ്ടോ? കണ്ടോ? അങ്ങോട്ടും കൂടെ കുറേ നീളമുണ്ട്. നമുക്ക് അങ്ങ് അറ്റത്ത് ചെന്നിട്ട് ഫുള്ള് നീളം കിട്ടുമോ നോക്കാം. ഫുള്ള് കിട്ടുമോ? ഇല്ലായിരിക്കും. നേറ്റം വരെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അച്ഛങ്ങ് താഴ്ന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിൽ അങ്ങോട്ടേ അങ്ങ് അറ്റത്ത് ചെന്നിട്ടേ ഈ വഴി വന്നാലും വരാം. നമ്മൾ സ്വരാജി ചെല്ലാതെ താഴോട്ട് കിടന്ന വഴിയില്ലേ, ആ വഴി വന്നാലും വരാം. അത് 3 വഴി കൂടെ വരാം. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പുകളും വഴികളും. കോഴിമലന്ന് കയറി വരുമ്പോൾ ആ വഴി. പക്ഷെ നമ്മൾ പണ്ട് വന്നപ്പോഴേ ഇതിലും കുലുക്കമായിരുന്നു എനിക്ക് തോന്നി പാലത്തിന്.
കുലുക്കം വെച്ചിട്ട് കുലുക്കം ഇല്ലല്ലോ. പേടിക്കാനൊന്നുമില്ല, പേടിക്കാതെ ആരും വേണേലും കയറി നടക്കാം. കാട്ടുപോത്തല്ല കേട്ടോ നിൽക്കുന്നത്, എല്ലാം ഇതിലൂടെ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അയച്ചു വിട്ടിരിക്കുന്ന പോത്തുകളാണ്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഇക്കരെ എത്തി. ഇനി നമുക്ക് പഴയ അമ്പലമുണ്ട്, അങ്ങോട്ട് പോവാം. പാലത്തിൻ്റെ താഴെ ഇറങ്ങി നമ്മളെ താഴെ നിന്നുള്ള പാലത്തിൻ്റെ വ്യൂ കണ്ടോ? ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ എന്തേരം നീളമാണെന്ന്. അത് കയറ് വലിക്കുന്ന ഞങ്ങളോ അല്ലേ? അക്കരയിൽ ഇക്കരയ്ക്ക് ആൾക്കാർ തന്നെ ചെങ്ങാട ഇപ്പുറത്ത് വന്ന് കിടക്കും. കയറ് വലിച്ചു കഴിഞ്ഞാൽ അക്കരയ്ക്കും ഇക്കരയ്ക്കും തന്നെ. ഇവിടെയൊക്കെ അന്ന് സിനിമ സെറ്റ് ഇട്ട് നമ്മൾ വന്നപ്പോ ഇവിടെ ഒരു വീടൊക്കെ കെട്ടി വെച്ചിട്ടില്ലായിരുന്നോ? ദിലീപിന്റെ ഒരു പടം. ഞാനില്ലായിരുന്നു നിങ്ങളുടെ കൂടെ. ഇവിടെ സെറ്റ് ഉണ്ടായിരുന്നു നമ്മളന്ന് വന്നപ്പോ. ലൈഫ് ഓഫ് ജോസ് ഊട്ടി അല്ലേ? അവർ വണ്ടിയും കൊണ്ട് ഫ്രണ്ടിൽ പോയി, നമുക്ക് നടന്നു പോകാം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ നടന്നങ്ങ് പോകാം. ഇടുക്കി ഡാം പണിത് കഴിഞ്ഞ് വെച്ച് ഈ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഈ അമ്പലത്തിലെല്ലാം വെള്ളം കയറുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഈ അമ്പലമെല്ലാം കുറേയും കൂടെ പൊക്കി പണിത് വെള്ളം കയറാത്തുള്ള രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ തന്നെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻകോവിൽ അമ്പലം. ഇവിടുത്തെ ഉത്സവമൊക്കെ വരുന്നത് ശിവരാത്രിയാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം വരുന്നത്. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. രസമല്ലേ അവിടെ കാണാൻ? മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നുണ്ട്, നോക്കാം. എല്ലാവരും വെള്ളത്തെ കയറും കേട്ടോ. ഓഹോ, പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരാവും. ഞാൻ വള്ളത്തെ പോയിട്ടുണ്ട് പള്ളിക്കുടത്തിൽ പഠിക്കുമ്പോൾ. പൈപ്പിൻ്റെ വള്ളത്തെ പോയിട്ടില്ല. ചങ്ങാടത്തേലും വള്ളത്തേലും ഒക്കെ പോകരുത്. നമ്മളെ കുഞ്ഞി തുഴയണമെന്നുള്ള ആഗ്രഹത്തിൽ തുഴയൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. പിന്നെ അടിപൊളി. നോക്കി ഇവിടുന്ന് അങ്ങോട്ടോ കൊള്ളാലോ. നിന്റെ കൈ നിൽക്കത്തില്ല, താഴെ പോകും. അങ്ങനെ ഇടുക്കി ജലാശയത്തിലൂടെ ഒരു വള്ളത്തേലൊരു യാത്ര. അയ്യപ്പൻകോവിൽ അമ്പലത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ വള്ളമുണ്ട് കേട്ടോ. ആര് വന്നാലും വള്ളത്തെ കയറാം. വള്ളത്തെ കയറി ഇതിലെല്ലാം അവർ കൊണ്ടുവന്ന് കറക്കി നമ്മളെ ഈ സീനറി എല്ലാം നല്ലപോലെ കാണിച്ച് തിരിച്ചു കൊണ്ടുവിടും. അത് താഴെ കളഞ്ഞേക്കല്ലേ. എങ്ങനെയുണ്ട് കുഞ്ഞി? കൊള്ളാവോ?
ആദ്യം പേടിയാന്ന് പറഞ്ഞു. അല്ല, ആദ്യം പേടിയാന്നൊക്കെ പറഞ്ഞു. ഇപ്പം വള്ളത്തെ കയറി കഴിഞ്ഞപ്പം വലിയ പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അയ്യപ്പൻ കോവിൽ അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. പോയിട്ടില്ല. നിങ്ങളിപ്പോ വന്നതോ? ആ, കുറച്ച് നേരമായുള്ളൂ. ആണോ? എവിടെ? ഇവിടെ മിക്കവാറും ഷൂട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇട ദിവസം ഉണ്ടോ? അല്ല ഉണ്ടോ? നിന്നാലെങ്ങനെ ആശ തീരും, നീയുടെ ആശ തീരും. അങ്ങ് രണ്ടു കൊല്ലയുടെ നടുക്കുള്ള അതുകൊണ്ടോ മീൻപിടുത്തക്കാരുടെ വള്ളം പോകുന്നത് കേട്ടോ. വല കെട്ടി പോകും. അവർ വല കെട്ടി വലയൊക്കെ എടുത്ത് ഒക്കെ പോകും. അവരുടെ ടെൻ്റാണെന്ന് തോന്നുന്നത്. കണ്ടോ നീല പടുത കെട്ടിയേക്കുന്നത്. ചൂണ്ടയിടുന്നവരെ രാത്രി ചൂണ്ടയിടുന്നവരുടെ ടെൻ്റാണല്ലേ? കണ്ടോ അക്കരെ അതുകൊണ്ടോ മീൻ ഒരു ചൂണ്ടക്കാരുടെ ടെൻ്റൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഒരാൾ വല വലിച്ച് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പയ്യെ തിരിച്ച് നമ്മൾ കരയിലേക്ക് പോവുകയാണ് കേട്ടോ. വെള്ളം കറക്റ്റ് ബാലൻസിൽ ചേട്ടൻ വലയിടുന്നത്. അത് ഇവർക്ക് അവർക്ക് 15-20 കിലോ ഉള്ളതൊക്കെ മീൻ കിട്ടുമെന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ സൈഡിലിരിക്കുന്നുണ്ടോ? കഴിഞ്ഞു ഞാൻ കാറ്റായതുകൊണ്ട് വള്ളം നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കുകയല്ലേ? വള്ളവും നിൽക്കില്ല, മഴ പറഞ്ഞു. ഇങ്ങനെ സ്ഥിരം ഇടുന്നവരാണ്. പെട്ടെന്ന് പാടാം. എന്നാ പിന്നെ പാടിയേക്കാം അല്ലേ? ചിത്തിരത്തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയങ്കിഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ, ചിത്തിരത്തോണിയിലക്കരെ പോകാൻ. അമ്മ നമുക്ക് വേണം ഇവിടെ നിർത്താം കേട്ടോ. വള്ളം നല്ലപോലെ തുടങ്ങി. വള്ളം തുടയാൻ നല്ലപോലെ അറിയാം. അസിസ്റ്റന്റിനെ വേണോ? അതെ അതാ പറഞ്ഞു, വള്ളം തുടയാൻ നല്ലപോലെ അറിയാം. കോ ഡ്രൈവർ ഇതൊന്നും അറിയാമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് വലിയ അതിശയമാണ്. അതിനാലെ വെള്ളത്തിൻ്റെയൊക്കെ ഒഴുക്കെന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? അതാണ് അന്നേരമൊക്കെ ഞങ്ങൾ വള്ളത്തേക്ക് വരും. ഞങ്ങൾ വള്ളത്തേക്ക് ചോറിനാൻ വിടുന്ന സമയത്തൊക്കെ ഓടണം ഈ വള്ളം കയറാൻ. ഞങ്ങൾ ഇറങ്ങാൻ ഞങ്ങൾ പോകും. ലാൻഡ് ചെയ്തു. ഇത് ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള നിലവറയാണ് കേട്ടോ. ഇതൊരു പഴയ ഗുഹയാണ്. ഇത് മധുരയിലേക്കുള്ളതെന്നൊക്കെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എല്ലാ വർഷവും പിന്നെ ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ അമ്പലത്തിൽ വെള്ളം കയറും. അതിനൊരു പരിഹാരമായിട്ട് അമ്പലം ഉയർത്തിപ്പണിത് നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ നിറയെ സൗന്ദര്യമുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എത്ര കണ്ടാലും മതിയാകുകയല്ലാത്ത ഒത്തിരി സ്ഥലങ്ങൾ. ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ തേടി നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം.